നമസ്കാരം. പെട്ടെന്ന് പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുന്ന ദേവനാണ് സാക്ഷാൽ പരമശിവൻ. ഇത് ഏവർക്കും അറിയാവുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു. എന്നാൽ ഭഗവാനോട് അടുക്കുവാൻ അഥവാ ഭഗവാനോട് ചേർന്ന് നിൽക്കുവാൻ ജന്മജന്മാന്തരമായ പുണ്യം ആവശ്യം തന്നെയാകുന്നു. അതിനാൽ ഈ ഭാഗ്യം ഇന്നോ ഇന്നലെയോ വന്ന് ചേരുന്നതല്ല. പല ജന്മങ്ങളിലെ നമ്മുടെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഫലമാണ് ഇവ. ഇങ്ങനെ ഭഗവാനോട് ചേർന്ന് അല്ലെങ്കിൽ ഒരു ക്ഷണനേരമെങ്കിലും ഭഗവാന്റെ ദൃഷ്ടിയിൽ വന്നവർക്ക് സംഭവിക്കുന്നതായ അല്ലെങ്കിൽ ചെയ്തു പോകുന്നതായ കാര്യങ്ങളുണ്ട്. ഇവർ അപൂർവങ്ങളിൽ അത്യപൂർവമായ വ്യക്തികൾ തന്നെയാകുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സൂചനകൾ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തെറ്റുകൾ. നാം വെറുതെ ഇരിക്കുന്നതായ അവസരത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാകുന്നു. ആത്മാർത്ഥമായി നിങ്ങൾക്ക് അതിൽ പശ്ചാത്താപം തോന്നുന്നു എങ്കിൽ പരമശിവനോട് ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് അറിയാതെ തന്നെ ചോദിക്കുന്നതുമാകുന്നു. നാം പരമശിവന്റെ ദൃഷ്ടിയിൽ വരുമ്പോൾ മാത്രം സംഭവിക്കുന്നതായ ഒരു കാര്യമാണ് ഇത്. അതിനാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ മഹാഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ എന്ന് തന്നെ നിസ്സംശയം പറയാം. അതിനാൽ ഇത്തരത്തിൽ ചെയ്തു പോയ തെറ്റുകൾ മനസ്സിലേക്ക് കടന്ന് വരുന്നതായ സമയത്ത് തീർച്ചയായും നിങ്ങൾ അതിൽ പശ്ചാത്തപിക്കേണ്ടത് അനിവാര്യമാകുന്നു. ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും പിന്നീട് ആ തെറ്റുകൾ ചെയ്യാതിരിക്കുക എന്ന കാര്യവുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. യാദൃശ്ചികമായി ശിവമന്ത്രം, ശിവനാമം, അതേപോലെ തന്നെ ഭഗവാനുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ എന്നിവ കേൾക്കാൻ ഇടയാകുന്നു. ഇതും ശുഭകരമായ ലക്ഷണമാണ്. ഈ സമയം മനസ്സിൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നിറയുകയും കണ്ണുകൾ അറിയാതെ നിറഞ്ഞ് ഒഴുകുന്നതാണ്. ഇത് വലിയ ഒരു സൂചന തന്നെയാകുന്നു. നാം പരമശിവനുമായി, അതായത് നമ്മളിലെ ദൈവാംശമായ ആത്മാവ് പരമാത്മാവായ പരമശിവനുമായി ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. ഇത് ഈ ജന്മത്തിനാൽ മാത്രമല്ല, ജന്മജന്മാന്തരങ്ങളായുള്ള ഭഗവാനുമായുള്ള ബന്ധം തന്നെയാണ്. അത് സ്ത്രീകളോട് ബഹുമാനം വർദ്ധിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ബഹുമാനം വർദ്ധിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അവരെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഭാര്യ തൻ്റെ ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന രീതിയിൽ അനുഭവപ്പെടുന്നതാകുന്നു. പങ്കാളിയുടെ ദുഃഖവും സന്തോഷവും അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നതാകുന്നു. സഹായം. ആരെങ്കിലും കഷ്ടപ്പെടുന്നു എങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാതിരിക്കുവാൻ ഈ വ്യക്തികൾക്ക് ഒരിക്കലും സാധിക്കുന്നതല്ല. തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഇവർ ചെയ്യും എന്നതാണ് വാസ്തവം. ഭഗവാന്റെ ദൃഷ്ടി നിങ്ങളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നാൽ കഴിയും വിധം എല്ലാ സഹായവും ഇവർ നൽകുന്നതുമാണ്. മുൻകൂട്ടി തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നവരാണ് ഇവർ. നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി നിങ്ങൾക്ക് അറിയുന്നതാണ്. അഥവാ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്നു. അത് സ്വപ്നദർശനമായി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാകാം, അല്ലെങ്കിൽ ഒരു തോന്നലാകാം. അത് പിന്നീട് സത്യമായി ഭവിക്കുകയും ചെയ്യും. നിങ്ങൾ പറയുന്നതായ പല കാര്യങ്ങളും സത്യങ്ങളായി മാറും. അറിയാതെ പറയുന്നത് പോലും ഫലിക്കുന്നു എന്നതാണ് വാസ്തവം. ഇത് ഭഗവാന്റെ, സാക്ഷാൽ പരമശിവന്റെ ദൃഷ്ടി നിങ്ങളിൽ ഭവിച്ചിരിക്കുന്നതിനാൽ അഥവാ പതിച്ചിരിക്കുന്നതിനാലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാലാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. തിങ്കളാഴ്ച ഭഗവാന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ദിവസമാണ് തിങ്കളാഴ്ച. തിങ്കളാഴ്ച അതിവിശേഷപ്പെട്ട ദിവസം തന്നെയാകുന്നു.
ഇന്നേ ദിവസം ക്ഷേത്ര ദർശന സമയം അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കുന്നതായ അവസരത്തിൽ വെളുത്ത പശു, കാള അല്ലെങ്കിൽ നാഗങ്ങളെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് പരാമർശിക്കാം. ഇന്നേ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിൽ സംഭവിക്കുന്നതും അല്ലെങ്കിൽ ഇന്നേ ദിവസം ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. ഭഗവാന്റെ ദിവ്യദൃഷ്ടി നിങ്ങളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ഒരിക്കലും ഭഗവാനെ നിങ്ങൾ ആരാധിക്കാതിരിക്കരുത്, ആരാധന മുടങ്ങരുത്. നിത്യവും ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ബ്രാഹ്മമുഹൂർത്തവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ബ്രാഹ്മമുഹൂർത്തത്തിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ തനിയെ ഉണരുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു. എന്നാൽ ഈ സമയം ഉണരുക മാത്രമല്ല, നിങ്ങൾക്ക് പ്രത്യേകമായ ഉന്മേഷം അനുഭവപ്പെടുന്നതും ശുഭമാണ് എന്ന് പറയാം. ആത്മീയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതലായി അടുക്കുകയും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വന്നു ചേരുന്നതും ഭഗവാന്റെ ദൃഷ്ടി നിങ്ങളിൽ ഉള്ളതിനാലാണ് എന്ന കാര്യം ഓർക്കുക. തനിയെ നിങ്ങൾ ഉണരുന്നു എന്നതാണ് വാസ്തവം. ആരും വിളിക്കാതെ തന്നെ ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഉണരുന്നു എങ്കിൽ അത് ശുഭകരവുമാണ്. നിത്യവും എന്നോണം സ്വപ്ന ദർശനം ലഭിക്കുന്നതും ഭഗവാന്റെ ദർശനമോ അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം. അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കൂ എന്ന കാര്യവും ഓർക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കുവാൻ പാടുള്ളതല്ല. നിങ്ങൾ ഭഗവാനെ നിത്യവും ആരാധിക്കുക. കാരണം ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ പരമശിവൻ. ഭഗവാൻ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള അത്ഭുതകരമായ ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും. ഭഗവാന്റെ അത്ഭുതകരമായ ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് പതിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ നിത്യവും ഭഗവാനെ ആരാധിച്ച് സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ക്ഷേത്ര ദർശനം നടത്തി മുന്നോട്ട് പോവുക.